ഹേ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ പാലക്കാട് പോകാൻ കേട്ടോ. അപ്പൂനെ ക്ലാസ്സിലുകൊണ്ട് തന്നെ അവൻ വരുന്നില്ല. ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോണ വഴിക്ക് നമ്മളിത് അപ്പൂന്റെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ ചായ, ബൂസ്റ്റ്, കട്ട്ലറ്റ്, സമൂസ അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ആയിട്ട്, കാര്യം ചെറിയൊരു വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ കഴിച്ചതാണ് കേട്ടോ. അച്ഛൻ എന്നെ കളയാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അഭിനയിച്ച് കാണിച്ചത്. പിന്നെ ഞാൻ കുടിച്ച ഗ്ലാസ് പെട്ടെന്ന് മനസ്സിലാവും, കാര്യം ലിപ്സ്റ്റിക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വന്നിട്ടുള്ളത്. ഈ കടയിലത്തെ കട്ട്ലേറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് ഞാൻ 2 പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം പാലക്കാട് വരെ വെറുതെ ഇരിക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ട് എനിക്ക് ഉറക്കം വരില്ല. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കിടന്നത് ഉറങ്ങും, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് അവരെ കോളേജിൽ ഇറക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ യൂഷ്വലി സംസാരിക്കുന്നതിനെക്കാട്ടി ഓപ്പോസിറ്റ് ടോണിലാണ് ഇപ്രാവശ്യം വീഡിയോ എടുക്കുന്നത്. ഐ മീൻ വോയിസ് ഓവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്. അങ്ങനെ നമ്മൾ നെന്മാറ എത്താറായപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ ഇഡ്ഡലി, ചട്നി, ചമ്മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈവിംഗ് അറിയാത്തതിന്റെ സങ്കടം തീർക്കാൻ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടോ. നെന്മാറ എത്തപ്പോൾ രമച്ചാച്ചൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ഇറങ്ങിട്ടോ. ഞാനും അച്ഛനും അമ്മയും അമ്മായും അച്ഛമ്മയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ദേവരാഗ മൂവിയില് ദേവരാഗ മൂവിയില് വീടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നമ്മൾ അവരെ അവിടെ ഇറക്കിയിട്ട് ഞാനും അച്ഛനും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങി കേട്ടോ. കോട്ടയുടെ വെളിവരെ പോയുള്ളൂ. ബിക്കോസ് അകത്ത് കയറാൻ നമുക്ക് നടന്നു പോകണം എന്ന് പറഞ്ഞു വണ്ടി പാർക്ക് ചെയ്തിട്ട്. സോ നടക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ഒരു വെയിലത്ത് പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയില്ല കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തോ ആലോചിച്ച് കഴിച്ചപ്പോൾ ഞാനൊരു പഴംപൊരി മേടിച്ച് കഴിച്ചു. അങ്ങനെ നമ്മളൊരു ഇളനീരും കൂടെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ കഴിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇളനീര്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യല്ല, കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ബൈ ഞാൻ സ്റ്റിയറിംഗ് ഒക്കെ സ്റ്റിയറിംഗ് അല്ല, ഗിയറൊക്കെ ഇടാൻ പഠിച്ചു കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ല എനിക്ക് കാറിനെ പറ്റി എത്ര വിവരം ഉണ്ടെന്നും വീട്ടുകാർ എന്തുകൊണ്ട് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാത്തേന്നും. പിന്നെ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ എനിക്ക് പേര് മറന്നു കേട്ടോ. ഇവിടുത്തെ പേര് ഓർമ്മയില്ല, അതാണ് പേര് പറയാത്തിട്ട്. അപ്പൊ അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടുത്തെ ഭംഗി ആസ്വദിച്ച് നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ നമ്മൾ ഗുരുവായൂർക്ക് തിരിച്ചു കേട്ടോ. പോണ വഴിക്ക് നല്ല ചൂട് പൊക്കവടിയും പൊടിയും ചമ്മന്തി ഒക്കെ കൂടെ കഴിച്ചു കേട്ടോ. ചമ്മന്തി ഇല്ലാണ്ടല്ല, നമുക്ക് കൊതി കൊണ്ടാണ് എന്റെ നച്ചെടുത്ത് കഴിച്ചത്. ഇത് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒടുക്കത്തെ ടേസ്റ്റ് ആണ്ടാണ്. ഞാൻ ഒരു സെറ്റ് പാർസൽ ചെയ്തിട്ട് വണ്ടിയിൽ ഇരുന്ന് നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ നമ്മൾ ഇവരെ എടുത്തിട്ട് നമ്മൾ പിന്നെയും ചായ കുടിക്കാൻ നിർത്തിയിട്ട് അവർക്ക് ഒരു വിഷമാവരുതല്ലോ വീഡിയോ കാണുമ്പോൾ. അവിടെ നിന്ന് ഒരു സർബത്ത് അപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പകുതി ഞാൻ കുടിച്ചു. അതുപോലെ തന്നെ കട്ട്ലേറ്റ് മേടിച്ച് കഴിച്ചിട്ടോ. കട്ട്ലേറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ. പിന്നെ കളയണ്ടല്ലോ എന്ന് വെച്ച് കഴിച്ചതായിരുന്നു. പിന്നെ നമ്മുടെ ഉപ്പിലിട്ട കടയിൽ എത്തിയപ്പോൾ നമ്മൾ ഇത് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ മാങ്ങ എടുത്ത് കഴിച്ചു. പറയാൻ വയ്യാട്ടോ, ഒടുക്കത്തെ പുളിയായിരുന്നു. ആ പുളി മാറാൻ വേണ്ടി അരുന്നലേക്ക് കഴിച്ചായിരുന്നു, അതും ഒടുക്കത്തെ പുളിയായിരുന്നു കേട്ടോ. അത് നമ്മൾ ആർത്താച്ച് ചെയ്തപ്പോൾ പിന്നെയും ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ തീറ്റും കൂടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് വീടെത്തിട്ടോ. ഫസ്റ്റ് അകത്ത് കയറാനുള്ള തല്ലോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു.